ശ്രീ എ സജീവൻ, ഇപ്പോൾ ഇന്ന് UDF യോഗത്തിലേക്ക് ഈ വിവരങ്ങളൊന്നും അറിയാതെ വന്ന ലീഗിന്റെ നേതാക്കന്മാർ അവരിത് അംഗീകരിച്ചു എന്ന് വിചാരിക്കുന്നതിൽ രാഷ്ട്രീയമായ ബുദ്ധിമുട്ടുകളുണ്ട്. ലീഗിനുള്ളിൽ, പാർട്ടിക്കുള്ളിൽ ഇങ്ങനെ ഒരു തീരുമാനമുണ്ടാകാതെ UDF യോഗത്തിൽ പങ്കെടുത്ത നേതാക്കൾ മാത്രം തീരുമാനിച്ച UDF ഇങ്ങനെ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോകുമോ? അങ്ങനെ കരുതാൻ കഴിയുമോ? ലീഗിലെ നേതാക്കന്മാർ അവർ ഇതിനെ അംഗീകരിച്ചാൽ പോലും ലീഗിലെ പ്രവർത്തകർ ഇതിനെത്രമാത്രം അംഗീകരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലീഗ് പ്രവർത്തകർക്ക്, എനിക്കറിയാവുന്ന എത്രയോ ലീഗ് പ്രവർത്തകരുമായിട്ട് ഞാൻ സംസാരിച്ച്, സാധാരണ നേതാക്കന്മാരും ആയിട്ടൊക്കെ സംസാരിച്ചാണ്, അവർക്കാർക്കും ഇതിനോട് യോജിപ്പില്ല. ഇപ്പോൾ ഇവിടെ ശ്രീകുമാർ പറഞ്ഞില്ലേ, നയപരമായിട്ട് ഞങ്ങൾക്ക് ഇതിനോട് യോജിപ്പില്ല, പക്ഷേ നടപ്പാക്കാതിരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? മാധുവിടെ പറഞ്ഞ പോലെ ഇത് 10-20 കൊല്ലത്തേക്ക് നീളുന്ന പദ്ധതിയൊന്നുമില്ല. 2027 അവസാനിക്കുന്ന, കഷ്ടിച്ച് ഒരു കൊല്ലം മാത്രം നിലനിൽക്കുന്ന ഒരു പദ്ധതി. ഇനി അങ്ങോട്ടേക്ക് അത്രയേ ഉള്ളൂ. ആ പദ്ധതി നടപ്പാക്കിയില്ലെങ്കിൽ കേന്ദ്ര സർക്കാർ, VD സതീശൻ സർക്കാരിന് തലവെട്ടുമോ? ഒന്നും സംഭവിക്കില്ല. ഇവിടെ ഈ LDF സർക്കാർ ഇതൊക്കെ ഒപ്പുവെച്ച സമയത്ത് എന്തെല്ലാം പറഞ്ഞു, അത് മുഴുവൻ തിരിച്ചടിക്കുകയാണ്. നേരത്തെ ഈ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞ പോലെ ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലെ പ്രശ്നം എന്താണ്? ഒന്നും ഇവിടെ PM ശ്രീ പദ്ധതി നടപ്പാക്കിയില്ലെങ്കിൽ നേരത്തെ ചെയ്തതുപോലെ കേന്ദ്രം പല ഫണ്ടും പിടിച്ചു വെച്ചു, വിദ്യാഭ്യാസ ഫണ്ടുകൾ പിടിച്ചു വെച്ചു. അതല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. വിദ്യാഭ്യാസ ഫണ്ടില്ല, എല്ലാ ഫണ്ടും പിടിച്ചു വെച്ച് ഏത് സർക്കാർ, UDF ആണെങ്കിലും LDF ആണെങ്കിലും ഒക്കെ കഴുത്ത് ഞെരിക്കുന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഈ PM ശ്രീ പദ്ധതി നടപ്പാക്കിയില്ല. എനിക്ക് ശ്രീകുമാർ മറുപടി അറിയണമെന്നില്ല, പക്ഷേ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്, എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇത് നടപ്പാക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഇത് ഈ നടപ്പാക്കാൻ തൽക്കാലം ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ അബേൻസ് ആണല്ലോ ഈ സംഗതി. അപ്പോൾ അങ്ങനെയുള്ളത് ഈ ഒരു ഇത് എന്താണ് ഭരണത്ത് വെച്ചതുപോലെ കിടക്കുന്നൊരു സംഗതി, അത് എന്തുകൊണ്ടാണ് ഇവിടെ നടപ്പാക്കാൻ ഇപ്പം തയ്യാറാവുന്നത്? ഒരു കാര്യമുള്ള സബ് കമ്മിറ്റിയുടെ കാര്യം താങ്കൾ ചോദിച്ചു. സബ് കമ്മിറ്റി വരുന്നതിന് മുമ്പേ തീരുമാനം വേണം. അടുത്ത മാസം ഓണത്തിന് ശേഷം ഞങ്ങളിത് വിപുലീകൃതമായിട്ടുള്ള UDF യോഗം ചേർന്നിട്ട് ഇതെല്ലാം കൂടി അട്ടിമറിക്കാൻ പോകുന്നുണ്ടോ? നടപ്പാക്കാൻ തീരുമാനിച്ചാൽ പിന്നീട് എങ്ങനെയാണ് അട്ടിമറിക്കാൻ കഴിയുക? പിന്നെ ഇപ്പോൾ ഉള്ളത് ഒരു കേവിയറ്റ് പോലെ. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ UDF യോഗത്തിൽ അതും ഒന്ന് ആലോചിക്കണം ശ്രീ എ സജീവൻ. ഈ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം ചേരുന്ന UDF യോഗമാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ആ UDF യോഗത്തിൽ ഈ തീരുമാനം എടുത്ത് പുറത്തിറക്കി അച്ചടിച്ച, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ മൈക്ക് വെച്ച് പറഞ്ഞില്ലെങ്കിൽ നഷ്ടപ്പെടുന്ന, ഇടിഞ്ഞു വീഴുന്ന എന്ത് ആകാശമാണുള്ളത്? അതാണ് എനിക്കും ചോദിക്കാനുള്ളത്. ഇന്നിപ്പോൾ ഈ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നു വയ്ക്കുക, നമ്മൾ ചോദിക്കോ UDFകാർ എന്തുകൊണ്ട്, UDF നേതാക്കന്മാർ എന്തുകൊണ്ട് ഈ PM ശ്രീ പദ്ധതിയുടെ കാര്യത്തിൽ തീരുമാനം എടുത്തില്ല എന്ന് ചോദിക്കോ? ഞങ്ങൾ സബ് കമ്മിറ്റി വെച്ചിട്ടുണ്ട്, അതിൻ്റെ റെക്കമെൻഡേഷൻ വരട്ടെ, അത് ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കുമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നമുക്കാർക്കും തിടുക്കമില്ല PM ശ്രീ പദ്ധതി ഇവിടെ നടപ്പാക്കണം എന്നുള്ളത്. നടപ്പാക്കാതിരിക്കുന്നതൊക്കെ സംസ്ഥാന സർക്കാരിന് താല്പര്യമാണ്, അവർക്ക് ചെയ്യാം. പക്ഷേ ഇത് നേരത്തെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞ കാര്യം ഇപ്പോൾ വിഴുങ്ങുന്ന കാര്യമില്ലല്ലോ. ഇവിടെ നമ്മളൊക്കെ ചോദിക്കുന്ന ചോദ്യം, അന്ന് നിങ്ങൾ പറഞ്ഞത് എന്തായിരുന്നു? കെ മുരളിയാൻ പറഞ്ഞ പോലെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറയുന്നതല്ല, ഭരണപക്ഷത്തിരിക്കുമ്പോൾ ചെയ്യുക എന്ന് പറഞ്ഞ രീതിയിലാണെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല. ഇവിടുത്തെ ഒരൊറ്റ പ്രശ്നമുള്ളത് PM ശ്രീ, എനിക്ക് തീരെ ബോധ്യപ്പെടാത്തൊരു കാര്യം, PM ശ്രീ പദ്ധതി നടപ്പാക്കിയില്ലെങ്കിൽ, അത് ഇന്ന് തീരുമാനിച്ചില്ലെങ്കിൽ ഓണത്തിന് ശേഷമുള്ള UDF വിപുലീകൃത യോഗം ചേരുന്നവരെ കാത്തിരിക്കാൻ വയ്യാത്തൊരു അത്രയും ധൃതി എന്തിനാണ്? ആർക്കും ഒരു കാര്യമില്ലല്ലോ. ഇത് പേറി വന്നാൽ സംസ്ഥാന സർക്കാരിന് ഫണ്ട് തടഞ്ഞ് PM ശ്രീ പദ്ധതിക്കുള്ള ഫണ്ട് കിട്ടില്ലായിരിക്കാം, ബാക്കിയുള്ള ചില ഫണ്ടുകൾ കൂടി തരാതിരുന്നേക്കാം. അങ്ങനെയൊക്കെയുള്ള കാര്യമല്ലാതെ വേറെ എന്ത് ചെയ്യാം? പിരിച്ചുവിടാൻ സംസ്ഥാന സർക്കാരിനെ ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ പിരിച്ചുവിടാൻ കേന്ദ്രത്തിന് കഴിയില്ല. പിന്നെ അങ്ങനെ വല്ല നടപടി ഉണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന് കോടതിയെ സമീപിക്കാം, പരമോന്നത കോടതിയെ സമീപിച്ചതാ ഞങ്ങൾക്ക് താല്പര്യമില്ലാത്ത, നയപരമായിട്ട് ഞങ്ങൾ യോജിക്കാത്ത ഒരു കാര്യം നടപ്പാക്കാൻ ഞങ്ങളെ നിർബന്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ കോടതി പറയാണ് നിങ്ങൾ നടപ്പാക്കിയേ തീരൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറയാം, ആളുകളോട് പറഞ്ഞു നിൽക്കാൻ പറ്റും. ഇപ്പോൾ സത്യത്തിൽ ഇത് താങ്കൾ പറഞ്ഞ പോലെ ഇതിന് പിറകിൽ എന്താണ് എന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് ഓഫ് ഹാൻഡായിട്ട് പറയാൻ പറ്റില്ല, പക്ഷേ സംശയിക്കാവുന്ന പലതും ഇതിന് പിറകിലുണ്ട്. ലീഗിൻ്റെ മൗനം പോലും നമുക്ക് അത്ഭുതപ്പെടുത്തുന്നതാണ് എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. ശരി.
ഡിബേറ്റ് വിത്ത് മാധു സജി